ഹലോ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിലെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത ആൽഗേനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു പ്ലാന്റ് കിങ്ഡം ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, പിന്നെ ആരാ? ജിംനോസ്പേം, ആൻജിയോസ്പേംസ് അല്ലേ മക്കളെ? അപ്പോൾ ഈ 5 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ആൽഗെ കംപ്ലീറ്റ് ചെയ്തു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആൽഗേൻ്റെ 3 ടൈപ്സ് ഓഫ് ആൽഗെ നമ്മൾ പഠിച്ചു അല്ലേ? ഗ്രീൻ ആൽഗെ, റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ. അവരുടെ ക്യാരക്ടേഴ്സും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ മക്കളെ? ഇനി നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതായിരിക്കും? അതെ, നമുക്ക് നോക്കാം. അതായത് ബ്രയോഫൈറ്റ്സ്. നമ്മുടെ സെക്കൻഡ് ആള് ബ്രയോഫൈറ്റ്സ് ആണ്. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളത് മക്കളെ? ദിൽ ബി സ്മോൾ അല്ലെ? കമ്പാരിറ്റീവ്ലി അത് എന്താ പറയുക, ആൽഗെ കഴിഞ്ഞ് അടുത്ത ലെവലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്മോൾ ആയിരിക്കും, നല്ല രീതിയിൽ സ്മോൾ ആയിരിക്കും. അപ്പോൾ അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ബ്രയോഫൈറ്റ്സ്. എന്താണ് മക്കളെ ബ്രയോഫൈറ്റ്സ്? ക്ലിയർ? അപ്പോൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. റെഡി? ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ നോക്കിക്കോ. ദേ ലീവ് ഇൻ മോയിസ്റ്റ്. എങ്ങനത്തെ കണ്ടീഷനാണ് മക്കളെ അവർ ജീവിക്കുന്നത്? ദേ ലീവ് ഇൻ മോയിസ്റ്റ് ഷെയ്ഡ്സ് ഏരിയാസ് ഇൻ ദ ഹില്ലി സൈഡിലെ ഏരിയാസോ മോയിസ്റ്റ് അടങ്ങിയിരിക്കുന്ന ഏരിയാസിലാണ് മെയിൻ ആയിട്ട് ആര് കാണുന്നത് മക്കളെ? നമ്മുടെ ബ്രയോഫൈറ്റ്സ് കാണുന്നത്. സോ ബ്രയോഫൈറ്റ്സ് എവിടെയാണ് കാണുന്നത്? മോയിസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലല്ലേ മക്കളെ ബ്രയോഫൈറ്റ്സ് കാണുന്നത്? റെഡി? നോക്ക്. ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടേം. എന്താണ് മക്കളെ അവർ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാൻ കാരണം? ദേ ലിവ് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ്. അങ്ങനെയാണോ? നോക്കാം നമുക്ക്. ദേ ഒക്കർ ഇൻ ഡാംപ് സോയിൽ. അതായത് ഒരു അധികം അക്വാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അത് ബോത്ത് ക്യാരക്ടറിസ്റ്റിക് കാണിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ്. സോ ദേ ലിവ് ഇൻ, ദേ ആർ നോൺ ആസ് വാട്ട്? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫിബിയൻസ് എന്നറിയപ്പെടുന്ന ആരാണ് മക്കളെ? ബ്രയോഫൈറ്റ്സ്. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? എക്സാമിന് ചോദിക്കും കേട്ടോ. എൻട്രൻസ് എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആരാണെന്ന്. പലരും വിചാരിക്കും ആൽഗിയാന്ന്. അല്ല, അതാരാണ്? ബ്രയോഫൈറ്റ്സ് ആണ്. ഓക്കെ. ദേ ഒക്കർ ഇൻ വാട്ട് സോയിൽ? ഡാംപ് സോയിൽ, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് പ്ലേസ്. ഡംപ് സോയിലും ഹ്യൂമിഡും ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് അവ കാണപ്പെടുന്നത്. ശ്രദ്ധിച്ചോ. പ്ലാന്റ് ബോഡി ലാക്സ് ട്രൂ റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് ആൻഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു സബ്സ്ട്രാറ്റം ബൈ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ്. യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ് ആണ് മക്കളെ. ദേ ലാക്ക് ട്രൂ റൂട്ട്സ്. അവർക്ക് ട്രൂ റൂട്ട്സ് ഇല്ല. പക്ഷെ എങ്ങനെയാണ് അവർ നിൽക്കുക? അവരിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊസിഷനിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. എങ്ങനെയാണ്? ലൈക്ക് എന്താ പറയുക, റൈസോയിഡ്സ് ഉണ്ടാവും, റൂട്ട് ലൈക്ക് ആയിട്ടുള്ള റൈസോയിഡ്സ്. ദെൻ ദേ ഡോണ്ട് ഹാവ് സ്റ്റെം, ലീവ്സ് ആൻഡ് ഓൾ. പക്ഷേ എന്താ പറയുക, നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ ലൈക്ക് എന്ന രീതിയിൽ, ലൈക്ക് ലീഫ്, ലൈക്ക് സ്റ്റെം എന്ന രീതിയിൽ നമുക്ക് പറയുന്ന പോലെ ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അതിൻ്റെ കോൺസെപ്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദേ ലീവ് ഇൻ എവിടെയാണ് മക്കളെ? മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ് അല്ലെ ഹില്ലി ഏരിയാസിൽ, മോയിസ്റ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ അവർ കാണപ്പെടുന്നുണ്ട്. ദേ ആർ റിഗാർഡ് ആസ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫിബിയൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രയോഫൈറ്റ്സ് ആണ്. ദെൻ ദേ ലീവ് ഇൻ ഡാംപ് സോയിൽ, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് പ്ലേസ്. ഡാംപ് സോയിൽസിൽ ഹ്യൂമിഡും ആയിട്ടുള്ള പ്ലേസസിലൊക്കെ അവർ കാണപ്പെടുന്നുണ്ട്. പ്ലാന്റ് ബോഡി ലാക്സ് ട്രൂ റൂട്ട്സ്. എന്താണ് അവർ ലാക്ക് ചെയ്യുന്നത് മക്കളെ? ട്രൂ റൂട്ട്സ്, സ്റ്റെം, ലീവ്സ്. ദേ ആർ അറ്റാച്ച്ഡ് ടു സബ്സ്ട്രാറ്റം ബൈ യൂണിസെല്ലുലാർ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ് അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ്. യൂണിസെല്ലുലാറോ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സ് ആയിട്ട്. ക്ലിയർ? കോൺസെപ്റ്റ് പിടികിട്ടല്ലോ മക്കളെ? സിമ്പിൾ അല്ലേ? റെഡി അല്ലേ നിങ്ങൾ? ഓക്കെ. നോക്ക്. ദ മെയിൻ പ്ലാന്റ് ഈസ് ഹാപ്ലോയിഡ്. എന്താണ് മക്കളെ ഈ മെയിൻ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ മെയിൻ പ്ലാന്റ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എൻ കണ്ടീഷൻ അല്ലേ? ദേ പ്രൊഡ്യൂസ് ഗാമേറ്റ്സ്. ഗാമിറ്റോഫൈറ്റ് ആണ്. സോ ദേ വിൽ ബി ഡോമിനന്റ്. അപ്പോൾ ഗാമിറ്റോഫൈറ്റ് ദേ പ്രൊഡ്യൂസ് എന്താണ് മക്കളെ? ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ്? അവർ ഡോമിനന്റ് ആയിരിക്കും. ദേ വിൽ ബി പോസസിങ് ഗാമിറ്റോഫൈറ്റ്. ഓക്കെ. സോ ദേ വിൽ ബി ഇൻ ദ കണ്ടീഷൻ. എന്താണ് മക്കളെ കണ്ടീഷൻ? ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. അവർ എന്ത് കണ്ടീഷനാണ്? ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ക്ലിയർ? ദേ ആർ ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ് അതിന് നമ്മൾ പറയുന്നത്. ക്ലിയർ? ദ മെയിൽ സെക്സ് ഓർഗൻ ഈസ് എന്താണ്? ആന്ത്രീഡിയം അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സ്. ആന്ത്രീഡിയം മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗൻ ഗാമേറ്റ്സ് നമ്മൾ വിളിക്കും
ആന്ത്രീഡിയം അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. സോ മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? മെയിൽ സെക്സ് ഓർഗനെ നമുക്ക് വിളിക്കാം ആന്ത്രീഡിയം. ഓക്കെ, ഇനി ഫീമെയിൽ സെക്സ് ഓർഗൻ ഇസ് നോൺ ആസ് വാട്ട്? ആർക്കിഗോണിയം അല്ലെങ്കിൽ സിംഗിൾ എഗ്, ആർക്കിഗോണിയം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ മക്കളെ ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ എന്ത് വിളിക്കും? ആർക്കിഗോണിയം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് സാധാരണ അതിന് ഗ്യാമറ്റോഫൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മെയിൽ, ഫീമെയിൽ ആൻഡ് മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ നമ്മൾ ആന്ത്രീഡിയം എന്ന് വിളിക്കുന്നു, ഫീമെയിൽ സെക്സ് ഓർഗൻ നമ്മൾ ആർക്കിഗോണിയം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഈസി അല്ലേ സംഭവം? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ആന്ത്രോസോയിഡ്സ് ആർ എവിടെയാണ്? റിലീസ്ഡ് ഇൻ വാട്ടർ ആൻഡ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ആർക്കിഗോണിയം ഇൻ ടു ഫോം സൈഗോട്ട്. അപ്പോൾ ഇത് എവിടെയാണ് റിലീസ് ചെയ്യുന്നത്? ഈ നമ്മുടെ ആന്ത്രീഡിയം എവിടെയാണ് റിലീസ് ചെയ്യുന്നത് മക്കളെ? അതായത് ബ്രയോഫൈറ്റ്സ് ആന്ത്രീഡിയം റിലീസ് ചെയ്യുന്നത് എതിലൂടെയാണ്? സോഴ്സ് എന്താണ്? വാട്ടറാണ്. വാട്ടറിലൂടെയാണ് അത് ഫ്ലോ ചെയ്തിട്ട് എവിടേക്ക് എത്തുന്നത്? നമ്മുടെ ആർക്കിഗോണത്തിലേക്ക് എത്തുന്നത്. ആന്ത്രീഡിയം, the ആന്ത്രോസോയിഡ്സ് ആർ റിലീസ്ഡ്. ഇത് എന്താണ്? ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്തിട്ട് എവിടെ എത്തുന്നത്? ആർക്കിഗോണത്തിലേക്കാണ് എത്തുന്നത്. ടു ഫോം, എന്താണ് ഫോം ചെയ്യേണ്ടത്? സൈഗോട്ട്. അപ്പം മീൻസ് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു എന്നല്ലേ? അവിടെ ഫെർട്ടിലൈസേഷൻ ഒക്കെ ആയില്ലേ മക്കളെ? അപ്പോൾ വാട്ടറിൽ നിന്ന് പറഞ്ഞ സോഴ്സിലൂടെയാണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവുക. റെഡി. സൈഗോട്ട് ഡെവലപ്സ് ഇൻടു എന്താണ് മക്കളെ? സ്പോറോഫൈറ്റ്. അതായത് നമ്മുടെ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്ന സൈഗോട്ട്, അതായത് ഇത് എന്നായിരുന്നു, പിന്നീട് അത് എന്താ പറയാ, സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡെവലപ്പ് ചെയ്തിട്ട് എന്താണ്? ഡിപ്ലോയിഡ് ആയിട്ട് മാറി 2n, അതായത് സ്പോറോഫൈറ്റ്. ക്ലിയർ? ഇനി നോക്ക്, ഇറ്റ് അണ്ടർഗോസ് വാട്ട്? അത് പിന്നീട് അണ്ടർഗോ വാട്ട്? മിയോസിസ് അത് പോകും. പിന്നീട് അത് ഇറ്റ് അണ്ടർഗോസ് മിയോസിസ് ടു ഫോം ഹാപ്ലോയിഡ്സ് ഫോർ. ഇത് പിന്നീട് മിയോസിസ് വഴി എന്താവും മക്കളെ? ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്? ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് അവർ എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് സൈഗോട്ട് ഫോം ചെയ്തത്? ഹാപ്ലോയിഡ് നിന്ന് അത് ഡിപ്ലോയിഡിലേക്ക് മാറിയിട്ട് എന്താ സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ അത് ഡിപ്ലോയിഡിലേക്ക് മാറി. ഇനി ആ ഡിപ്ലോയിഡ് നിന്ന് മിയോസിസ് നടന്നിട്ട് എന്താവും? ഹാപ്ലോയിഡിലേക്ക് പോകും. ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് അത് മാറുന്നുണ്ട്. ആൻഡ് ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് എ ഗാമിറ്റോഫൈറ്റ്. പിന്നീട് അത് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഈ ഒരു ഫോം, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? കോംപ്ലക്സ് ഒന്നും അല്ലല്ലോ, സിമ്പിൾ അല്ലേ? സോ ഒന്നുകൂടി പറഞ്ഞുതരാം. Anthrozoids are released in water and come in contact with ആരോട്? ആർക്കിഗോണിയം ടു ഫോം വാട്ട്? എന്തായിട്ടാണ് ഫോം ചെയ്യുന്നത്? അതായത് നമ്മളെ ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുന്നു വാട്ടറിലൂടെ റിലീസ് ചെയ്യുന്നു. എന്നിട്ടോ ഇവർ നേരെ കമ്മിങ് കോണ്ടാക്ട് വിത്ത് വാട്ട്? ആർക്കിഗോണിയം അല്ലേ? ആർക്കിഗോണിയത്തിലൂടെ അത് കോണ്ടാക്ട് വന്നപ്പോൾ അവിടെ എന്ത് നടക്കും? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതായത് ഫ്യൂസിങ് ചെയ്യുന്നു. അവർ ഗ്യാമേറ്റ് പുതിയ ഫോം ചെയ്യുന്നത് എന്താണ്? സൈഗോട്ടായിട്ട് മാറി. അതായത് ഒന്നുമില്ല, n+n എന്ന രീതി തന്നെ, 2n എന്ന് മാറുന്ന രീതി തന്നെ. അപ്പോൾ ഇവിടെ 2n ആണ്. ഇത് പിന്നീട് മിയോസിസ് നടന്നിട്ട് എന്തായി? ഹാപ്ലോയിഡ് എന്ന് മാറി, ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു മെക്കാനിസം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതാണ് ബ്രയോഫൈറ്റ് ഒരു മെക്കാനിസം. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് ബ്രയോഫൈറ്റ്സിൻ്റെ. ഫസ്റ്റ് ആണ് ലിവർ വേർഡിൽ നമുക്ക് ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുണ്ട്. ഇതിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബ്രയോഫൈറ്റ്സിന് ആൽഗെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലിവർ വേർഡ്സും മോസസ് ആയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തത്. എന്തായിട്ടാണ്? ലിവർ വേർഡ് ആൻഡ് മോസസ്. ലിവർ വേർഡും അതേപോലെ മോസസ് ആയിട്ടാണ് അവ ക്ലാസിഫൈ ചെയ്തത്. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് എക്സാമ്പിൾ പഠിച്ചിട്ട് പോവാം. മർക്കാൻഷ്യ ആണ് ഒരു എക്സാമ്പിൾ. മർക്കാൻഷ്യ ആണ് വൺ ഓഫ് ദി എക്സാമ്പിൾ. മർക്കാൻഷ്യ ഫീമെയിൽ താലസ്, ഫീമെയിൽ താലസിൻ്റെ താലസ് കണ്ടോ? ജെമ്മേ കപ്പൊക്കെ ഉള്ള
ഫ്യുനേറിയ ഉണ്ട്, പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഗാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ്, ഫ്യുനേറിയ ഉണ്ട്, പിന്നെ സ്വാഗ്നം ഗാമറ്റോഫൈറ്റ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് എന്തൊക്കെയുണ്ട്, മാർക്കാൻഷ്യ ഉണ്ട്, നിങ്ങൾക്ക് പറയാം മാർക്കാൻഷ്യ പറയാം, റിക്സിയ ഒക്കെ പറയാം, റിക്സിയ, ആന്ത്രോസോയിഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക്. ഓക്കെ, ദെൻ ലിവർവേർഡിലാണ് മാർക്കാൻഷ്യ വരുന്നത്, മോസസിലാണ് ഫുനേറിയ വരുന്നത് കേട്ടോ. ഫുനേറിയ നിങ്ങൾക്ക് പറയാം കേട്ടോ, ഫുനേറിയ പറയാം, സ്വാഗ്നം പറയാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, മാർക്കാൻഷ്യനെ പറയാം, ഫുനേറിയ, റിക്സിയ, സ്വാഗ്നം. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം മക്കൾ, ഇത്രയും എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ താലസിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, താലസിൻ്റെ സ്ട്രക്ചർ കണ്ടോ നിങ്ങൾ? താലസിൻ്റെ സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ കാണാം. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ജെമ്മ കപ്പ് എന്ന് വിളിക്കും. ഹിയർ യു ക്യാൻ സീ വാട്ട് നമ്മുടെ ആർക്കിഗോണിയോ ഫോർ ആണ്. നിങ്ങൾക്ക് അവിടെ റൈസോയിഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റൈസോയിഡ്സ് കാണാൻ പറ്റും. സിമിലർ വേ നിങ്ങൾ ഇവിടെ നോക്ക്, ആർക്കിഗോണിയോ എങ്ങനെയാണ്, ജെമ്മ കപ്പ് എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നോക്ക്, ഇവിടെ ഒരു ക്യാപ്സ്യൂള് പോലെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ആരുടെ കേസിലാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ മക്കൾ? ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, ഇവിടെ എക്കണോമിക് ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക്കലി ദേ ആർ മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്കത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എക്കണോമിക്കലി നമ്മൾ പറയുമ്പോൾ ആസ് ലൈക്ക് ആൽഗി ഇറ്റ്സെൽഫ് ദേ ഓൾസോ പൊസസ് സം എക്കണോമിക് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ആരൊക്കെ ആയിരിക്കും നമുക്ക് നോക്കാം. സി മക്കൾ നോക്ക്, ദേ പ്രൊവൈഡ് വാട്ട്? ഹെർബേഷ്യസ്, മാമ്മൽസ് ആൻഡ് ബേർഡ്സ്. ദേ പ്രൊവൈഡ് ഫുഡ് ഫോർ. എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫുഡ് ഫോർ. എന്താണ്? ഹെർബേഷ്യസ് ആയിട്ടുള്ള മാമൽസിനും ബേർഡ്സിനും അവർ ഫുഡ് ആയിട്ടാണ്. അതായത് നമ്മുടെ ഹെർബ്സ് മാത്രം, പ്ലാന്റ്സ് ഒക്കെ കഴിക്കുന്ന ആനിമൽസിനും ബേർഡ്സിനും ആയിട്ട് അവർ ഫുഡായിട്ടത് മാറുന്നുണ്ട്. ദെൻ സ്വാഗ്നം സ്പീഷീസ് മോസസ് പ്രൊവൈഡ് പീറ്റ് യൂസ് ആസ് ഫ്യൂവൽ. ചോദിച്ചിട്ടുണ്ട്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്വാഗ്നം സ്പീഷീസ് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് മക്കളെ? പീറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എന്താണ്? ഫ്യൂവൽ. അപ്പോൾ സ്വാഗ്നം സ്പീഷീസിനോട് നമ്മൾ പീറ്റാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് എന്താ പറയുക ഫ്യൂവലായിട്ടത് വിച്ച് പ്രൊവൈഡ് ഫ്യൂവൽ, അതായത് വിച്ച് ഇസ് യൂസ് ആസ് എ ഫ്യൂവൽ. ഒരു ഫ്യൂവലായിട്ട് നമുക്ക് പീറ്റ് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ഡ്യൂ ടു ഇറ്റ്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാക്കിംഗ് മെറ്റീരിയൽ. ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പാക്കിംഗ് മെറ്റീരിയൽസ് ഫോർ ഷിപ്മെന്റ് ഓർ മൂവിംഗ് മെറ്റീരിയൽസ്, ലിവിംഗ് മെറ്റീരിയൽസിൻ്റെ പാക്കിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡ്യൂ ടു ഇറ്റ്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഈസ് യൂസ്ഡ് ആസ് എ പാക്കിംഗ് മെറ്റീരിയൽസ് ഫോർ ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് ലിവിംഗ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ പാക്കിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? എക്കണോമിക് ഇമ്പോർട്ടൻസ് ഏകദേശം മനസ്സിലായില്ലേ മക്കളെ? സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? റെഡി അല്ലേ? ഓക്കെ, നോക്കാം. മോസസ് ആൻഡ് ലൈക്കൻസ് ഫോം കമ്മ്യൂണിറ്റി ഓൺ ബാരിയർ റോക്സ്. ഒരു കമ്മ്യൂണിറ്റി, ഒരു പൈനർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് ബെയർ റോക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. റോക്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഇങ്ങനെ ലൈക്കൻസും അതേപോലെ തന്നെ മോസസിൻ്റെ ഒരു കൂട്ടായിട്ട് ഇങ്ങനെ കാണാൻ നമുക്ക് പറ്റും. അതൊരു കമ്മ്യൂണിറ്റി പോലെ ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ സോയിൽ സോ റെഡ്യൂസ് ഇമ്പാക്ട് ഓഫ് റെയിൻ ആൻഡ് സോയിൽ ഇറോഷൻ. അത് എന്താണ്? ഡെൻസ് മാറ്റ് ഓൺ സോയിൽ. ഇങ്ങനെ ബുഷ് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വിരിച്ച പോലെ, ഒരു കാർപ്പറ്റ് ഇട്ട പോലെ നമുക്ക് എന്ത് ബ്രയോഫൈറ്റ്സ് ഇങ്ങനെ സോയിൽ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്? സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നില്ല. ഇവിടെ എന്തുണ്ടാവുന്നില്ല മക്കളെ? സോയിൽ ഇറോഷൻ അവിടെ ഉണ്ടാവുന്നില്ല. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നില്ല? സോയിൽ ഇറോഷൻ അവിടെ ഉണ്ടാവുന്നില്ല. ക്ലിയർ? ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ നിങ്ങൾ? ഈസി അല്ലേ കോൺസെപ്റ്റ്സ്? ഓക്കെ അല്ലേ? റെഡി. ഇനി നോക്കാം. there are 2 classes for bryophytes. അപ്പോൾ നമ്മുടെ ബ്രയോഫൈറ്റ്സിന് 2 ക്ലാസ്സസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ലിവർവേർഡ്സ് ആൻഡ് അതർ ഈസ് മോസസ്. ലിവർവേർഡ്സും ഉണ്ട്, മോസസും ഉണ്ട്. ലിവർവേർഡ്സും മോസസുമാണ് 2 ക്ലാസ്സസ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള 2 ക്ലാസ് ആരാണ് ബ്രയോഫൈറ്റ്സിന്റെ? ലിവർവേർഡ്സ് ആൻഡ് മോസസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ മക്കളെ? റെഡി? ഓക്കെ, നോക്കാം. ഇനി ലിവർവേർഡ്സിന്റെ കേസാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. സോ വിൽ ബി ഡീലിംഗ് അബൌട്ട് വാട്ട്? ലിവർവേർഡ്സ്. അപ്പം നമുക്ക് ലിവർവേർഡ്സിനെ കുറിച്ച് പഠിക്കാം. മക്കളെ
ലിവർ വേർഡ്സ്. ഓക്കെ, ലിവർ വേർഡ്സ് എന്താണ് മക്കളെ ലിവർ വേർഡ്സ് എന്ന് പറയുമ്പോൾ? അത് ബ്രയോഫൈറ്റിൻ്റെ ഒരു ക്ലാസ് ആണ്. അത് മനസ്സിലായല്ലോ? റെഡി. നോക്ക് അതെങ്ങനെ എവിടെയൊക്കെ കാണുന്നു നോക്കാം. മോയിസ്റ്റ് ഷേഡി ഹാബിറ്റേറ്റ്സിൽ കാണുന്നുണ്ട്. മോയിസ്റ്റ് ആയിട്ടുള്ള ഷേഡി ഹാബിറ്റേറ്റ്സിൽ അവർ കാണപ്പെടുന്നുണ്ട്. damp soil, bark of trees and deep into woods. എന്നിവിടെയൊക്കെയാണത് ദേ ആർ സീൻ ഇൻ എന്താ പറയുക മോയിസ്റ്റ് ആയിട്ടുള്ള സോയില്, ഷെയ്ഡി ഏരിയാസിൽ, ബാർക്ക് ഓഫ് ട്രീസ് അതിൻ്റെ ഇൻസൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട്. ആരെ കാണാൻ പറ്റുന്നുണ്ട്? ലിവർ വേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ലിവർ വേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ മക്കളെ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പ്ലാൻ ബോഡി എന്താണ് ശ്രദ്ധിച്ചോ? പ്ലാൻ ബോഡി താലോയിഡ് ആണ് and have tiny leaf structures. ലീഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ടൈനി ആയിട്ടുള്ള ലീഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അതില്. അപ്പൊ എന്താണ് മക്കളെ? അതെന്താണ്? പ്ലാൻ ബോഡീസ് താലോയിഡ്. താലോയിഡ് ആണ് പ്ലാൻ ബോഡി. താലോയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ ഇങ്ങനെ കണ്ട പോലെ ഇങ്ങനെ താലോയിഡ് ആയിട്ട്, ഇതാണ് താലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ ബോഡി ഒരു താലസ് എന്ന രീതിയിലായിട്ട് ഉണ്ടാവും. താലസ്. ഓക്കെ, ബോഡി എന്നിട്ട് നമ്മൾ പറയുന്നത്. Asexual reproduction is by fragmentation to form gemmae. Okay, they are detached from parent body to form as a new individual. ജെമ്മയൊക്കെ പോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, നേരത്തെ നമ്മൾ പിക്ചറിൽ കണ്ടല്ലോ, അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ എന്താണ് മക്കളെ? ഫ്രാഗ്മെന്റേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, നോക്ക് ദീസ് ജെമ്മെ എന്ന് പറയുമ്പോൾ ജെമ്മെ എന്താണ്? ജെമ്മെ നോക്കാം നമുക്ക്. ജെമ്മെ ടു ഫോം എന്താണ്? ജെമ്മെ എന്ന് പറഞ്ഞു ഗ്രീൻ മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബോഡീസ് ആണ് ഈ ജെമ്മെ എന്ന് നമ്മൾ പറയുന്നത്. ഗ്രീൻ ഇത് ഗ്രീൻ ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ asexual bodies. They detach from the parent body and form as a new individual. അത് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ഇൻഡിവിജ്വൽ ബോഡി ആയിട്ട് അത് ഫോം ചെയ്യുന്നുണ്ട്. അത് പാരന്റ് ബോഡിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു പുതിയൊരു ബോഡി ആയിട്ട് അത് വളരുന്നുണ്ട്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ലിവർ വേർഡ്സ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫോം മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ, അതായത് മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് ഫോം ചെയ്യുന്നത്. അതായത് സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു സ്പോറോഫൈറ്റ് ഇല്ലേ, നമ്മുടെ സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു ഫുഡ്, സീറ്റേ ആൻഡ് ക്യാപ്സ്യൂൾ. സീറ്റേ ആൻഡ് ക്യാപ്സ്യൂൾ. അപ്പോൾ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ സ്പോറോഫൈറ്റിലെ മക്കളെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ മെയിലും ഫീമെയിലും ഉണ്ടാവില്ലേ, മെയിലും ഫീമെയിൽ ഫോം മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ സ്പോറോഫൈറ്റ്. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു, എന്തായിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ശ്രദ്ധിക്കണം, എന്തായിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ഫുഡ്, സീറ്റേ ആൻഡ് ക്യാപ്സ്യൂൾ. ഫുഡ്, സീറ്റേ ആൻഡ് ക്യാപ്സ്യൂൾ ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഫുഡ്, സീറ്റേ ആൻഡ് ക്യാപ്സ്യൂൾ ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. സ്പോർ ജെർമിനേറ്റ് ടു ഫോം ഗാമിറ്റോഫൈറ്റ്. നമ്മുടെ സ്പോർ ഇല്ലേ മക്കളെ, അത് ജെർമിനേറ്റ് ചെയ്താൽ ടു ഫോം എന്തായിട്ട് ഫോം ചെയ്യുന്നുണ്ട്? ഗാമിറ്റോഫൈറ്റ്. ഗാമിറ്റോഫൈറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്പോർ ജെർമിനേറ്റ് ടു ഫോം ഗാമിറ്റോഫൈറ്റ്. ക്ലിയർ? ക്ലിയർ അല്ലേ? എക്സാമ്പിൾ ഇതാ നമ്മുടെ മാർക്കാൻഷ്യ. മാർക്കാൻഷ്യ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ലിവർ വേർഡ്സ്. ലിവർ വേർഡ്സിന്റെ വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ് മാർക്കാൻഷ്യ. ക്ലിയർ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. അപ്പോൾ മാർക്കാൻഷ്യ ആണ് എക്സാമ്പിൾ, ലിവർ വേർഡ്സിന്റെ എക്സാമ്പിൾസ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരുടെ കേസിൽ പറഞ്ഞത്? ലിവർ വേർഡ്സിന്റെ കേസിൽ പറഞ്ഞത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇത്. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. ഇനി ഗാമിറ്റോഫൈറ്റ് ഷോസ് 2 സ്റ്റേജസ്. അവർക്ക് 2 സ്റ്റേജസ് ഓഫ് ഗാമിറ്റോഫൈറ്റ്സ് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. സോ എന്തൊക്കെ സ്റ്റേജസ് ആണ് കാണിക്കുന്നത് മെയിനായിട്ട്? ബിഫോർ ദാറ്റ്, സോ 2 സ്റ്റേജ് ഓഫ് ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജസ് ആണ് നമുക്കിവിടെ കാണുന്നതെന്ന് പറഞ്ഞത് അല്ലേ മക്കളെ? അപ്പോൾ ഇത് ആരുടെ കേസിൽ ഇനി പറയാൻ പോകുന്നത്? ലിവർ വേർഡ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു
എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു എന്താണ് ഫുഡ് സീറ്റ് ആൻഡ് ക്യാപ്സ്യൂൾ. നമ്മളിവിടെ പിക്ചർ നമ്മൾ കണ്ടല്ലോ, ഇതാ ഈ ഒരു പിക്ചറിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, നമുക്കിവിടെ ജെമ്മക്കപ്പ് ഒക്കെ ഉള്ളത് ഈ ഒരു റീജിയൻ, ഈ ഒരു പാർട്ട് നിങ്ങൾ കണ്ടോ, മാർക്കൻഷ്യൻ്റെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇത് ഓർമ്മയില്ലേ? അത് മറക്കരുത്, അതിനു വേണ്ടി സാർ ഇത് എടുത്തത്. ഓക്കെ അല്ലേ? റെഡി. ഇനി നമ്മൾ ഇനി നമ്മൾ നോക്കുക ഗാമിറ്റോഫൈറ്റ് ഷോസ്. ഇത് ആരെ ഗാമിറ്റോഫൈറ്റ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട കേട്ടോ. ഇതിനി മോസസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ മക്കളെ, ഇനി അടുത്തായിട്ട് നമുക്ക് പറയേണ്ടത് രണ്ടാമത്തെ ആളാണ് മോസസ്. അപ്പോൾ മോസസിനെ കുറിച്ച് മെയിനായിട്ട് പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോൾ ഇത് സിമ്പിൾ സാധനം തന്നെയാണ്. നമ്മളെ ബ്രയോഫൈറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ മിസ്റ്റേക്ക് ആവാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണോ, ഇവിടെ മിസ്റ്റേക്ക് വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ള എന്താണോ അതിൻ്റെ സ്റ്റേജസ് പഠിക്കുമ്പോഴാണ്. ഗാമിറ്റോഫൈറ്റ് ആണ്. ഇവിടെ നോക്ക്, ഗാമിറ്റോഫൈറ്റ് ഷോസ്. ഇവിടെയുള്ള ഗാമിറ്റോഫൈറ്റില്ലേ മക്കളെ, ഗാമിറ്റോഫൈറ്റ് 2 സ്റ്റേജസ് കാട്ടുന്നുണ്ട്. 2 സ്റ്റേജസ് ആണ് കാണിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രോട്ടോനീമ, അതായത് സ്പോർസ് ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജും, രണ്ടാമതായിട്ട് ലീഫി സ്റ്റേജ്, അതായത് സെക്കൻഡറി പ്രോട്ടോനീമ. ക്ലിയർ? അപ്പോൾ പ്രോട്ടോനിമയും കാണിക്കുന്നുണ്ട്, സെക്കൻഡറി പ്രോട്ടോനിമയായിട്ടും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലീഫി സ്റ്റേജ് അഥവാ സെക്കൻഡറി പ്രോട്ടോനിമയായിട്ടും കാണിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? നോക്ക്, അറ്റാച്ച്ഡ് ടു സോയിൽ ബൈ റൈസോയിഡ്സ്. അറ്റാച്ച്ഡ് ടു സോയിൽ ബൈ ആരാണ്? റൈസോയിഡ്സ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെന്റേഷനും ബഡിങ്ങും. അപ്പോൾ ഇവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, മോസസിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ടാണ്? ഫ്രാഗ്മെന്റേഷൻ ഓർ ബഡ്ഡിങ് ആണ് മക്കളെ. ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയ. സെയിം ആന്ത്രീഡിയ അതേപോലെ തന്നെ ആർക്കിഗോണിയുമായിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമുക്ക് പറയാം ദേ ആർ ഫോമിങ് വിത്ത് എന്താണ്? ആന്ത്രീഡിയ പ്ലസ് ആർക്കിഗോണിയ. ഇവരുടെ ഫ്യൂഷനാണ് നടക്കുന്നത്. ക്ലിയർ? സൈഗോട്ട് നോക്കുക, അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ്. സൈഗോട്ട് ഉണ്ടാകുമ്പോൾ ഡെവലപ്സ് ഇൻ ടു സ്പോറോഫൈറ്റ് ആൻഡ് ഫോം ക്യാപ്സ്യൂൾ വിച്ച് കണ്ടെയ്ൻ എന്താണ്? സ്പോർസ് കണ്ടെയ്ൻ ചെയ്യും. അതായത് സൈഗോട്ട് ഫോം ചെയ്തിട്ട് എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് ഫോം ചെയ്യൂലേ? സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഫോംസ് ക്യാപ്സ്യൂൾ, ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് അവർ മാറുന്നുണ്ട്. ഇങ്ങനെ നീണ്ടിട്ടുള്ള ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് അവരിങ്ങനെ മാറുന്നുണ്ട്. വിച്ച് കണ്ടെയ്ൻ, അതിനുള്ളിൽ എന്താണുള്ളത് മക്കളെ? സ്പോർസ് ആണ്. എന്ത് സ്പോർസ് ആണത്? ഹാപ്ലോയിഡ് സ്പോർസ് ആണ്. എൻ കണ്ടീഷനുള്ള സ്പോർസ് ആണ് അവ എന്താണ് മക്കളെ? ഹാപ്ലോയിഡ് സ്പോർസ് ആണ്. എൻ കണ്ടീഷനുള്ള സ്പോർസ് ആണ് അവ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? അപ്പൊ മോസസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? റെഡി അല്ലേ? ഓക്കെ, നമുക്കിനി എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്വാഗ്നം പറയാം, അതേപോലെ തന്നെ ഫിനേരിയയും നമുക്ക് പറയാം. സ്വാഗ്നം അതേപോലെ തന്നെ ഫിനേരിയ. ഇതിന്റെ സ്ട്രക്ചർ നമ്മളിങ്ങനെ, ഇതാണ് ഒരു ക്യാപ്സ്യൂള് പോലെയുള്ളത് കേട്ടോ. 2 സ്റ്റേജസ് കാണിക്കില്ലേ? പ്രോട്ടോനിമ സ്റ്റേജും ലീഫി സ്റ്റേജും. അപ്പോൾ അയ്യ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചെടുക്കാം. ഇവിടെ എന്താണ്? ക്യാപ്സ്യൂൾ ഫോർമേഷൻ ഉണ്ട്. ക്യാപ്സ്യൂൾ സീറ്റ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? സ്പോർസ് ഉണ്ടാവും. അത് എന്ത് സ്പോർസ് ആണ് മക്കളെ? ഹാപ്ലോയിഡ് സ്പോർസ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മുടെ ആരെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്? ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. നമ്മൾ ലിവർ വേർഡ്സിനെയും പരിചയപ്പെട്ടു, അതേപോലെ തന്നെ മോസസിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. സിമ്പിൾ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ടേംസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ടേംസ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. ഇനി നോക്ക് ടെറിഡോഫൈറ്റ്.
എടാ ടെറിഡോഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ബ്രയോഫൈറ്റ് നേരത്തെ കണ്ടു, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ടെറിഡോഫൈറ്റ് എന്തായിരിക്കും മക്കളെ? ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് ആണ്. സോ ടെറിഡോഫൈറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വാട്ട്? ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ്. ലാൻഡിൽ കാണുന്ന ഫസ്റ്റ് പ്ലാന്റ് ആണ് ആര്? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഫസ്റ്റ് പ്ലാന്റ് ആണ് ആര് മക്കളെ? നമ്മളെ ടെറിഡോഫൈറ്റ്സ്. ക്ലിയർ? ടെറിഡോഫൈറ്റ്സ് ആണ് അവ. സോ ടെറിഡോഫൈറ്റ്സ് നോക്കാം നമുക്ക്. ഈ ടെറിഡോഫൈറ്റ്സിന്റെ കാര്യങ്ങൾ, ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ടെറിഡോഫൈറ്റിലേക്ക് ഇനി കടക്കാം. റെഡി അല്ലേ നിങ്ങള്? റെഡി? ഓക്കെ. അപ്പോൾ ടെറിഡോഫൈറ്റിന്റെ കേസ് നോക്കിയോ. ദേ ആർ യൂസ്ഡ് ഫോർ മെഡിസിനൽ പേർപ്പസ്, ഓർണമെന്റൽ ആൻഡ് സോയിൽ ബൈൻഡേഴ്സ്, ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ഒക്കെയാണ്. അവർക്ക് മെയിനായിട്ട് എക്കണോമിക് ഫംഗ്ഷൻസ് ഉണ്ട്, എക്കണോമിക്കലി അത് യൂസ്ഫുൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ആൾക്കാർ ഇതാ ഇവിടെ ഉണ്ട്. ദേ ആർ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അവരെന്താണ് മക്കളെ? ദേ ആർ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെയാണ് ലാൻഡ് പ്ലാന്റ്സ് ആണ് അവ. So they are considered as a first terrestrial plants. Any they grow in cool, damp, shady places. They grow in cool, damp, shady places. They grow in എവിടെയൊക്കെയാണ് മക്കളെ? They grow in cool, damp, shady places ലാണ് അവർ ഗ്രോ ചെയ്യുന്നത്. They grow in cool, damp, shady places. Clear? Concept okay അല്ലേ? Ready? Possess വാസ്കുലാർ ടിഷ്യൂ, സൈലവും ഫ്ലോയും. ഇവിടെ തുടങ്ങി സൈലവും ഫ്ലോയും ഒക്കെ ഇവിടെയാണ് സ്റ്റാർട്ട് ആവുന്നത് മെയിനായിട്ട്. സോ ദേ പോസസ് എന്താണ്? വാസ്കുലാർ ടിഷ്യൂസ്. വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. വാസ്കുലാർ ടിഷ്യൂസിൽ ആരൊക്കെ ഉണ്ട് മക്കളെ? സൈലം ആൻഡ് ഫ്ലോയം. അപ്പൊ മെയിനായിട്ട് എന്താണ്? കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, പിന്നെ ഫുഡ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ വാസ്കുലാർ ടിഷ്യൂസ് ആണ്. മൈൻഡിൽ വെക്കണം കേട്ടോ. നോക്കാം. അതുകൊണ്ട് തന്നെ ലാൻഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ സൈലവും ഫ്ലോയും അതിൽ പ്രസന്റ് ആണ്. മെയിൻ ബോഡി എന്താണ് പ്ലാന്റ്? എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. മെയിൻ ബോഡി പ്ലാന്റ് എന്താണ് മക്കളെ? സ്പോറോഫൈറ്റ്. ശ്രദ്ധിച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോറോഫൈറ്റ് ആണ് മെയിൻ ബോഡി. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? റെഡി അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത്. ഇത് ആരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? ടെറിഡോഫൈറ്റിലേക്കാണ് നമ്മൾ കടന്നത് മക്കളെ. മറക്കരുത്, ടെറിഡോഫൈറ്റ് ആണ് കേസ്. ടെറിഡോഫൈറ്റിന്റെ കേസാണ്. സിമ്പിളാണ്. ലാൻഡ് പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് ആണ്. ഇനി നോക്ക്, ദ ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു. ഇവിടെ നോക്ക്, ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു എന്തൊക്കെയായിട്ടാണ് മക്കളെ? ഇതിന് പ്രസൻസ് ഓഫ് എന്താണ്? ട്രൂ റൂട്ട് ഉണ്ട്. ട്രൂ റൂട്ട് ഉണ്ടല്ലോ, ഇതിന് ട്രൂ റൂട്ട് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റെം ഉണ്ട്, പിന്നെയോ ലീവ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്തി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളുകളെ നമുക്കിനി പഠിക്കാനെത്തി. ട്രൂ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്. ഇതൊക്കെ ആരിലാണ് മക്കളെ കാണുന്നത്? ആരിലാണ് സ്റ്റാർട്ടിങ് ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്? ആരിലാണ്? ടെറിഡോഫൈറ്റ്സിലാണ് നമ്മളിത് കാണപ്പെടുന്നത്. ലീവ്സ് മേ ബി സ്മോൾ. ലീവ്സ് എന്താവാം മക്കളെ? സ്മോൾ ആവാം. ലീവ്സ് മേ ബി സ്മോൾ, അതായത് മൈക്രോഫൈലസ് ആവാം, സെലാജിനയിലൊക്കെ പോലെ. അപ്പോൾ സ്മോൾ ലീഫ് കാണപ്പെടുന്നത്, സ്മോൾ ലീഫിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മൈക്രോഫിൽസ്. മൈക്രോഫിൽസ് എന്ന് വിളിക്കും. അത് കാണിക്കുന്നത് ആരാണ് മക്കളെ? സെലാജിനല്ല. സെലാജിനല്ല. ഇതൊക്കെ നമ്മുടെ കിണറ്റിന്റെ സൈഡിലൊക്കെ കാണുന്ന പ്ലാന്റാണ് സെലാജിനല്ല. ഓക്കെ സെലാജിനല്ല ഉണ്ട് വൺ ഓഫ് ദ. ഓക്കെ, സ്മോളസ്റ്റ് ലീഫാണ് സെലാജിനല്ല. ഇനി ലാർജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് പേരിടും? ലാർജ് ലീഫുള്ള മാക്രോഫൈൽസ് എന്ന് പറയും. ഫേൺസിലൊക്കെ കാണുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഫേൺസ് നമുക്ക് പറയാം. ആൻഡ് ബിയർ സ്പൊറാഞ്ചിയ ആൻഡ് ഫോം സ്പോർ ഓഫ് ലീഫ് ക്യാരിങ് സ്പോർസും അവർ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. സ്പൊറാഞ്ചിയ ആൻഡ് നോക്ക്, ബിയർ സ്പൊറാഞ്ചിയ ആൻഡ് ഫോം സ്പോറോഫിൽ. സ്പൊറാഞ്ചിയും അതേപോലെ തന്നെ സ്പോറോഫിലും അവർ ഫോം ചെയ്യുന്നുണ്ട്. സോ ലീഫ് ക്യാരിങ് സ്പോർസ് ആണ് അവര്. എന്താണ് മക്കളെ? അവര് ലീഫ് ക്യാരിങ് വാട്ട് ലീഫ് എന്താണ് ക്യാരി ചെയ്യുന്നത് അവിടെ? മെയിനായിട്ട് സ്പോർസ് ആണ്, സ്പൊറാഞ്ചിയ. ഓക്കെ, അപ്പോൾ സ്പോറോഫിൽസ് എന്ന് നമുക്ക് പേരിടാം. സോ ദ ബോഡീസ് ഡിഫറൻഷിയേറ്റഡ് എന്താണ് മക്കളെ? ട്രൂ റൂട്ട്, സ്റ്റെം, ലീവ്സ്. അപ്പം മൈക്രോഫിൽസും മാക്രോഫിൽസും അതേപോലെ തന്നെ നമ്മുടെ സ്പോറോഫിൽസിന്റെ കേസൊക്കെ നമ്മൾ നോക്കിയല്ലോ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ.
ഇനി നോക്കാം, സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് സ്പോർസ് ബൈ എന്ത് വഴിയാണ്? മിയോസിസ്. അപ്പോൾ സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് സ്പോർ ബൈ ദ പ്രോസസ് ഓഫ് മിയോസിസ്. മിയോസിസ് വഴി സ്പോർസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, മിയോസിസ് വഴിയാണ് സ്പോർ ജെർമിനേഷൻ ടു ഫോം ഗാമിറ്റോഫൈറ്റ് കോൾഡ്, ഇവിടെ ശ്രദ്ധിച്ചോ, പ്രോതാലസ്. അപ്പോൾ സ്പോർ ജെർമിനേഷൻ വന്നു കഴിഞ്ഞാൽ, സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ, അത് ജെർമിനേറ്റ് ആയാൽ എന്തായിട്ട് മാറും മക്കളെ? ഒരു ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോതാലസ്. പ്രോതാലസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ക്ലിയർലി? വി കോൾ ഇറ്റ് ആസ് പ്രോതാലസ്. They need water for fertilization. അവരുടെ ഫെർട്ടിലൈസേഷനും എന്ത് വേണം മക്കളെ? വാട്ടർ ഇമ്പോർട്ടൻ്റ്. അവരുടെ ഫെർട്ടിലൈസേഷനും എന്താണ്? വാട്ടർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അവരുടെ ഫെർട്ടിലൈസേഷനും വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്ലിയർ അല്ലേ? സോ സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് സ്പോർസ് ബൈ മിയോസിസ്. സ്പോർ ജെർമിനേറ്റ്സ് ടു ഫോം ഗാമിറ്റോഫൈറ്റ് കോൾഡ് പ്രോതാലസ്. ദേ നീഡ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. അവർക്ക് എന്ത് വേണം? വാട്ടർ വേണം ഫെർട്ടിലൈസേഷൻ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഐഡിയ കിട്ടിയല്ലോ? റെഡി. ഇനി നോക്കാം, അവിടെ ജസ്റ്റ് ഒരു പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കി നോക്കുക മക്കളെ. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ എന്ത് വന്നിട്ടുണ്ട്? റൂട്ട് സ്ട്രക്ചേഴ്സ് വരുന്നിട്ടുണ്ട്, ലീഫ് ഉണ്ട്, സ്റ്റെമ്മായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. സ്ട്രോബിലസ് നോക്ക്, സ്ട്രോബിലസ് നോട്ട്സ് ഉണ്ട്, ഇന്റർനോട്ട്സ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, റൈസോമായിട്ടുണ്ട്, റൂട്ട് പോലെ ആയിട്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ? ഇതിന് നമ്മൾ പേരിട്ടു സ്ട്രോബിലസ്. ഓക്കെ, സ്ട്രോബിലസ് ആണത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് പരിചയപ്പെടണം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെലാജിനെല്ല, ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സെലാജിനെല്ലൊക്കെ, സെലാജിനെല്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്ക്, ഗാമിറ്റോഫൈറ്റ് ബിയർ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് കോൾഡ് എന്താണ്? ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയ. സിമിലർ നമ്മൾ ബ്രയോഫൈറ്റ്സിൽ കണ്ട പോലെ തന്നെ ഗാമേറ്റ്സിന്റെ കേസിൽ എത്തുമ്പോൾ ആന്ത്രീഡിയവും അതേപോലെ തന്നെ ആർക്കിഗോണിയം തന്നെയാണ്. നോ ഡൗട്ട്. സോ ഗാമേറ്റ്സിന്റെ കേസിൽ വരുമ്പോൾ ഗാമേറ്റ്സ് സെക്സ്, മെയിൽ സെക്സിനെ നമ്മൾ, സെക്സ് ഓർഗനെ നമ്മൾ എന്ത് പറയുന്നു മക്കളെ? എന്താണ്? ആന്ത്രീഡിയ. അപ്പം ഗാമേറ്റ്സിന്റെ കേസിൽ ആന്ത്രീഡിയ, മെയിലിന്റെ കേസിലാണെങ്കിൽ ആന്ത്രീഡിയ ഉണ്ടാവും, മെയിലാണ്. പിന്നീട് നമുക്ക് ഉണ്ടാകുന്നത് ആർക്കിഗോണിയ ആണ്, ഫീമെയിൽ. ക്ലിയർ? സോ ഗാമേറ്റ് ഫ്യൂഷൻ റിസൾട്ട് ഇൻ എന്താണ്? സൈഗോട്ടിന്റെ ഫോർമേഷൻ ആണ് മക്കളെ. സൈഗോട്ടിന്റെ ഫോർമേഷൻ ആണ്. ഗാമേറ്റ് ഫ്യൂഷൻ റിസൾട്ട് ഇൻ വാട്ട്? സൈഗോട്ട് ഫോർമേഷൻ. സൈഗോട്ടിന്റെ ഫോർമേഷൻ ആണ് ഗാമേറ്റ് റിസൾട്ട് ചെയ്യുന്നത്. സൈഗോട്ട് ഫോർമേഷൻ ആണ് ഗാമേറ്റ് ഫ്യൂഷൻ നടത്തുന്നത്. സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു സ്പോറോഫൈറ്റ്. ഡോമിനന്റ് ഫേസ് തന്നെയാണ്. എന്താ പറയാ, നമ്മുടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആരായിട്ടാണ്? സ്പോറോഫൈറ്റ് ആയിട്ടാണ്. സൈഗോട്ട് നമ്മുടെ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു വാട്ട്? സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് ആയിട്ടാണ് നമ്മുടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇഫ് ഓൾ ദ സ്പോർട്സ് ആർ സിമിലർ കൈൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഹോമോസ്പോർസ്. ഇപ്പോൾ എല്ലാ സ്പോർട്സും സിമിലർ സ്പോർട്സ് ആണെങ്കിൽ, സ്പോർട്സ് സിമിലർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ഹോമോസ്പോർസ്. എല്ലാ സ്പോർട്സും സിമിലർ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഹോമോസ്പോർസ്. ക്ലിയർ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ. സെലാജിനെല്ല പ്രൊഡ്യൂസ് ടു കൈൻഡ്സ് ഓഫ് സ്പോർട്സ്. സെലാജിനെല്ല, ഇവിടെ ആരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെലാജിനെല്ല വിച്ച് പ്രൊഡ്യൂസ് എന്താണ്? രണ്ട് തരത്തിലുള്ള സ്പോർട്സ്. ഒന്ന് മാക്രോസ്പോർസും ഒന്ന് മൈക്രോസ്പോർസുമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പോർട്സ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹെട്രോസ്പോർസ് എന്ന് വിളിക്കുന്നു. വി കോൾ ഇറ്റ് ആസ് ഹെട്രോസ്പോർസ്. ഇതാരുടെ കേസിലാണ് നമ്മൾ മെയിൻ കാണുന്നത്? സെലാജിനെല്ലേന്റെ കേസിൽ ദേ ഹാവ് മൈക്രോസ്പോർസും മാക്രോസ്പോർസും ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹെട്രോസ്പോർസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, റെഡി. ഇനി മാക്രോ ആൻഡ് മൈക്രോസ്പോർസ് ഡെവലപ്സ് ഇൻറ്റു ഫീമെയിൽ ആൻഡ് മെയിൽ ഗാമിറ്റോഫൈറ്റ്സ് റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാം അത് മെയിലും ഫീമെയിൽ ആയിട്ട് തന്നെ റെസ്പെക്റ്റീവ് ആയിട്ട് തന്നെ വളരുന്നുണ്ട്. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് റീറ്റെയിൻഡ് ഓൺ സ്പോറോഫൈറ്റ് ഇറ്റ് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സീഡ് ഹാബിറ്റ്.
അപ്പോൾ എന്താണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അവിടെ തന്നെ റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഇസ് റിറ്റെയിൻഡ് ചെയ്യുന്നുണ്ട് ഓൺ ദി സ്പോറോഫൈറ്റ് തന്നെ അത് റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്പോറോഫൈറ്റ് തന്നെ അത് റിറ്റെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് അതായത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഇല്ലേ, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അവിടെ റിറ്റെയിൻ ചെയ്തുകൊണ്ട് സ്പോറോഫൈറ്റ് നമ്മൾ റിറ്റെയിൻ ചെയ്തുകൊണ്ട് അത് എന്താവും, ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് എന്താണ്, സീഡ് ഹാബിറ്റേറ്റിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് മാറുന്നുണ്ട്. അവിടെ സീഡ് ഹാബിറ്റേറ്റിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് ആര് മാറുന്നുണ്ട്, നമ്മുടെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ക്ലിയർ? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് അവിടെ മാറുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ജസ്റ്റ് അതിന്റെ ക്ലാസ്സസും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, there are 4 classes. നമുക്ക് 4 ക്ലാസ്സസ് ഉണ്ട് നമ്മുടെ ടെറിഡോഫൈറ്റ്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ആ 4 ക്ലാസ് നിങ്ങൾ അറിയണം. എന്തൊക്കെയാണ് ക്ലാസ്സസ് നോക്കാം. ഒന്ന് സൈലോപ്സിഡ, സൈലോട്ടം. എക്സാമ്പിൾ ആയിട്ട് സൈലോട്ടം ഉണ്ട്. അപ്പോൾ സൈലോപ്സിഡ ഉണ്ട്. യു ഹാവ് സൈലോപ്സിഡ, യു വിൽ ബി ഹാവിങ് വാട്ട്, സൈലോപ്സിഡ ഉണ്ട്. ലൈക്കോപ്സിഡ ഉണ്ട് നിങ്ങൾക്ക്. ലൈക്കോപ്സിഡ എക്സാമ്പിൾ സെലാജിനല്ല. അപ്പോൾ സൈലോട്ടം, സെലാജിനല്ല നിങ്ങൾക്ക് അറിയാം. പിന്നെ നോക്ക് സ്ഫീനോപ്സിഡ നോക്ക്. ഫിനോപ്സിഡയിൽ നിങ്ങൾക്ക് ഇക്വിസിറ്റം കാണാം. അതുപോലെ തന്നെ ടെറിഡോസ്പിഡയിൽ നോക്ക് ടെറിസ് കാണാം. ഓക്കെ, ടെറോസ്പിഡയിൽ നിങ്ങൾക്ക് ടെറിസ് കാണാം. സ്ഫീനോസ്പിഡയിൽ നിങ്ങൾക്ക് ഇക്വിസിറ്റം കാണാം. ലൈക്കോസ്പിഡയിൽ നിങ്ങൾക്ക് സെലാജിനല്ല കാണാം. സൈലോപ്സിഡയിൽ നിങ്ങൾക്ക് സൈലോട്ടം കാണാം. ഓക്കെ, സൈലോട്ടം എന്തിനാണ്, സൈലോപ്സിഡയിലാണ് കാണുന്നത്. സെലാജിനല, ലൈക്കോപ്സിഡ. അതുപോലെ തന്നെ എക്വിസിറ്റം എന്തിനാണ്, സ്ഫീനോപ്സിഡയിലാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ടെറോസ്പിഡയിൽ നിങ്ങൾ എന്ത് കാണുന്നുണ്ട്, ടെറിസ് കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനുള്ള ചാപ്റ്ററിലെ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരെക്കുറിച്ചാണ്, ജിംനോസ്പെർമിനെ കുറിച്ചും ആൻജിയോസ്പെർമിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് ഡീൽ ചെയ്യാം മക്കളെ. അപ്പോൾ ഇതുവരേക്കും നിങ്ങൾ ഒക്കെ പഠിച്ചു വെക്കണം, പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യണം. കോഡ് ക്ലാസ്സസ് ഇനി ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക, മുന്നേറും കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.